ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫിസിക്സിൻ്റെ 5ാമത്തെ ചാപ്റ്ററായ ഇലക്ട്രിക് എനർജി കൺസംഷൻ ആൻഡ് കൺസർവേഷൻ എന്ന് പറയുന്ന പാഠം തുടങ്ങാൻ പോവാണ്. അപ്പം അതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് കറണ്ടിൻ്റെ ഡിഫറെൻറ്റ് ഇഫക്ട്സ് എന്ന് പറയുന്നത്. ഇഫക്റ്റ് പറഞ്ഞാൽ കറണ്ട് കൊണ്ട് നമ്മൾ പല സാധനങ്ങളും വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നടക്കുന്ന ഈ എനർജീൻ്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, കറണ്ടിനെ നമുക്ക് ഏതൊക്കെ മറ്റു ഫോമുല ഓഫ് എനർജിയിലാക്കി മാറ്റാൻ സാധിക്കും, അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പം ഞാനിവിടെ കുറച്ച് നമ്മളുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഡിവൈസസിൻ്റെ ചിത്രങ്ങളാണ് കാണിക്കുന്നത്. അപ്പം ആദ്യം നമ്മളുടെ അയൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അയൺ ബോക്സാണ്, ഇസ്തിരിപ്പെട്ടി. അപ്പം കറണ്ട് നമ്മൾ ഓൺ ചെയ്ത് കഴിയുമ്പം ഇവിടെ താഴത്തുള്ള ഈ സ്റ്റീൽ പ്ലേറ്റ് എന്താവുന്നുണ്ട്, അത് ചൂടാവുന്നുണ്ട്, നമ്മൾ ഇസ്തിരി ഇടുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അകത്ത് എന്താ സംഭവിക്കുന്നത് അല്ലേ, നമുക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ആഗ്രഹമുണ്ട് എന്താ അതിൻ്റെ ഉള്ളിൽ നടക്കുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മൾ കറണ്ട് ഈ വയറിൽ കൂടെ അല്ലെങ്കിൽ സ്വിച്ച് അങ്ങോട്ട് ഓൺ ചെയ്ത് പോയി കറണ്ട് ഇത് കൂടെ ഫ്ലോ ചെയ്ത് വന്നിട്ട് ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു സാധനം ഉണ്ട്, അതാണ് ഹീറ്റിംഗ് എലമെൻ്റ് എന്ന് പറയും. ആ ഹീറ്റിംഗ് എലമെൻറ്റ് അതിനൊരു പ്രത്യേകത ഉണ്ട്. അത് നമ്മൾ കറണ്ട് പാസ് ചെയ്യുമ്പം ചൂടായിട്ട് ഉരുകാതെ റെഡ് ഹോട്ടാവും അല്ലേ, ചുട്ട് പഴുത്തങ്ങനെ നിൽക്കും. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ആ ചൂട് ഈ മെറ്റൽ പ്ലേറ്റിൽ യൂണിഫോമായിട്ട് അങ്ങോട്ട് സ്പ്രെഡ് ആവും. അതാണ് പിന്നെ നമ്മൾ ക്ലോത്ത്സിനെ അയൺ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇത് നമ്മളുടെ കറണ്ടിൻ്റെ ഒരു ഉപയോഗം. ഇനി അതേപോലെ തന്നെ നമ്മൾ വീട്ടിലൊക്കെ സാധാരണ യൂസ് ചെയ്യുന്ന വെള്ളം ചൂടാക്കാൻ ഉപയോഗിക്കുന്ന ചില സാധനങ്ങളുണ്ട് അല്ലേ, ഗീസറിൻ്റെ പോലെ തന്നെ, പക്ഷേ ഗീസറിൻ്റെ കാട്ടിയും ഒരു റോഡാണ്, ഹീറ്റിംഗ് റോഡെന്ന് പറയും. അപ്പോൾ ആ ഹീറ്റിംഗ് റോഡ് നമ്മൾ വെള്ളത്തിനകത്ത് ഇങ്ങനെ മുക്കി വെച്ചിട്ട് വെള്ളം നിറച്ചതിന് ശേഷം നമ്മൾ സ്വിച്ച് അങ്ങോട്ട് ഓൺ ചെയ്യുമ്പം നമ്മൾ ടെമ്പറേച്ചർ ഇങ്ങനെ കൂടി വരുന്ന കാണാം അല്ലേ, ടെമ്പറേച്ചർ ഇങ്ങനെ റൈസ് ചെയ്ത് വരുന്ന കാണാം. അപ്പോൾ നമ്മളിവിടെ എന്താ യൂസ് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹീറ്റിംഗ് എലമെൻറ്റാണ്. ആ ഹീറ്റിംഗ് എലമെൻറ്റ് കറണ്ട് പാസ് ചെയ്യുമ്പം ചുട്ട് ചുവന്ന കളറായി ഉരുകാതെ നല്ല ചൂട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഇത് രണ്ടാണ് നമ്മൾ സാധാരണ കണ്ടുവരുന്നത്. ഇത് നമുക്ക് ഇന്നത്തെ കാലത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് ഇലക്ട്രിക് ഫാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്ന എന്താ, നമ്മൾ കറണ്ട് പാസ് ചെയ്യുമ്പം നമ്മൾ ഫാനിൻ്റെ അകത്ത് ഇങ്ങനൊരു സാധനം ഇവിടെ ഉണ്ടാവും. ഇത് നമ്മളുടെ കുറച്ച് നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും അല്ലേ. ഇതാണ് ഒരു ഇലക്ട്രിക് മോട്ടോർ എന്ന് പറയുന്ന സാധനം. ആ ഇലക്ട്രിക് മോട്ടർ നമ്മൾ കറണ്ട് പാസ് ചെയ്യുമ്പം ഇതിനകത്തുള്ള ആ കോപ്പർ വയർ എന്ത് ചെയ്യാൻ തുടങ്ങും, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. ആ മാഗ്നറ്റിക് ഫീൽഡും ഈ ഇലക്ട്രിക് ഫീൽഡിനൊക്കെ പ്രസൻസ് കാരണം ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവും. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും അവിടെ ഒരേ സമയത്ത് വർക്ക് ചെയ്യുമ്പം അതിൻ്റെ അകത്തൊരു ഫോഴ്സ് ജനറേറ്റ് ചെയ്യും. ആ ഫോഴ്സാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ഫാനിൻ്റെ ചിറക് കറക്കാൻ ഉപയോഗിക്കുന്നത്. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് മോട്ടോർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കണ്ടക്ടർ എക്സ്പീരിയൻസസ് എ ഫോഴ്സ് ഇൻ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ആ ഫോഴ്സ് നമ്മളുടെ ഉപയോഗത്തിനായി ഏതെങ്കിലും ഒരു ഭാഗം ചലിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ഇലക്ട്രിക് ഫാൻ ആവട്ടെ, നമ്മളുടെ മിക്സർ ഗ്രൈൻഡർ ആവട്ടെ, അതേപോലെ തന്നെ നമ്മളുടെ വാഷിംഗ് മെഷീൻ എന്ത് വേണമാവട്ടെ, അവിടെ ഉണ്ടാവുന്ന മോട്ടർ ഉണ്ടാക്കുന്ന ആ ഫോഴ്സിനെ നമ്മൾ ഒരു ഭാഗം കറക്കാൻ ഉപയോഗിക്കുന്നു നമ്മളുടെ ആവശ്യങ്ങൾക്കായി അല്ലേ. ഇത്രയാണ് നമ്മളുടെ എക്സ്പ്ലനേഷൻ വരുന്ന ഭാഗം. ഇനി അപ്പം ഇവിടെ നമ്മളെല്ലാം ഉപയോഗിച്ച് എന്താണ്, ഹീറ്റിംഗ് പിന്നെ അതേപോലെ തന്നെ ഒരു പാർട്ട് റൊട്ടേറ്റ് ചെയ്യുക, മെക്കാനിക്കൽ എന്താണ് അതിന് പറയുന്നത്, ഒരു ഭാഗം റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്ന മെക്കാനിക്കൽ ആയിട്ടുള്ള മൂവ്മെൻറ്റാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കറണ്ടിനെ പല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ, പല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ടേബിളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ സാധാരണ വെള്ളമൊക്കെ ചൂടാക്കാൻ യൂസ് ചെയ്യുന്ന സാധനം ഇലക്ട്രിക് കെറ്റിൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ എന്താ, വെള്ളം ചൂടാക്കുക, ഹീറ്റ്സ് വാട്ടർ. ഇവിടെ നടക്കുന്ന എന്താ, ഇലക്ട്രിക് എനർജീനെ അത് ഹീറ്റ് എനർജി ആയിട്ട് കണക്കാക്കുന്നുണ്ട്. ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറൻറ്റോ ഹീറ്റിംഗ് ഇഫക്റ്റ് എന്നാണ് നമ്മളിതിന് പറയുന്നത്. ഓക്കെ, ഹീറ്റിംഗ് ഇഫക്റ്റ്. ഇനി മിക്സി, നമ്മൾ സാധാരണ വീട്ടിൽ അമ്മയൊക്കെ ഉപയോഗിക്കുന്ന മിക്സി, അവിടെ എന്താ സംഭവിക്കുന്നത്, ഫംഗ്ഷൻ എന്താ, നമ്മൾ എന്താണോ അരയ്ക്കാനിടുന്നത് അതിനെ നല്ലോണം അരച്ച് സ്മൂത്താക്കി മാറ്റാം അല്ലേ. അപ്പം യൂസ്ഡ് ഫോർ ഗ്രൈൻഡിങ് എന്ന് പറയാം, നമുക്ക് അരയ്ക്കാൻ ഗ്രൈൻഡിങ്, യൂസ്ഡ് ഫോർ ഗ്രൈൻഡിങ്, ഗ്രെയിൻസ് ആവാം, എന്ത് വേണേ ആവാം. ജസ്റ്റ് ഞാനിവിടെ ഗ്രെയിൻസ് എന്ന് എഴുതുന്നു. ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്താ, മിക്സിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന എനർജി എന്ത് തന്നെയാണ്, ഇലക്ട്രിക് എനർജി തന്നെയാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. ഇലക്ട്രിക് എനർജി തന്നെയാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. പക്ഷേ അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു ഭാഗം കറക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, കറക്കാൻ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റുന്നുണ്ട്. ഒരു പാർട്ടിനെ മൂവ് ചെയ്യിക്കുന്ന എനർജിയാണ് എന്ത്, മെക്കാനിക്കൽ എനർജി. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി എന്തായി മാറി, മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറി.
അപ്പോൾ ഈ ഫോഴ്സ് ഉണ്ടാവാനുള്ള കാരണം എന്താ, അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജി ഉണ്ടാവാനുള്ള കാരണം എന്താ, അവിടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഉണ്ടായി അവർ ഉണ്ടാക്കുന്ന ഫോഴ്സാണ്. അപ്പോൾ ഇതിനെ മാഗ്നറ്റിക് ഇഫക്റ്റ് എന്നാണ് നമ്മൾ പറയുക. മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ മെക്കാനിക് ഇഫക്റ്റ്, മാഗ്നറ്റിക് ഇഫക്റ്റ്. ഇലക്ട്രിക് അയേൺ, ഇവിടെ അതേപോലെ തന്നെ എന്താ യൂസ് ചെയ്യുന്നത്, ഹീറ്റ് ഈസ് യൂസ് ടു അയേൺ ക്ലോത്ത്സ്. ക്ലോത്ത്സിനെ അയേൺ ചെയ്യാൻ നമ്മളവിടെ ഉണ്ടാക്കുന്ന ചൂട് ഉപയോഗിക്കുന്നു. ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്തുതന്നെയാണ്, ഇലക്ട്രിക്കൽ എനർജി ഇസ് കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ് എനർജി. ഇലക്ട്രിക്കൽ എനർജി നമ്മൾ എന്താക്കുന്നുണ്ട്, ഹീറ്റ് എനർജി ആക്കുന്നുണ്ട്. ഈ എഫക്റ്റ് എന്താ പറയുന്നത്, ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയും. ഇവിടെ എന്തെന്നാണ് നടക്കുന്നത്, ഹീറ്റിംഗ് എഫക്റ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താ കണ്ടത്, നമുക്ക് ഇലക്ട്രിസിറ്റീനെ നമ്മളുടെ ആവശ്യമനുസരിച്ച് വെള്ളം ചൂടാക്കാനോ അല്ലെങ്കിൽ ഇസ്തിരി ഇടാനോ ഉപയോഗിക്കാൻ പറ്റും. അതേ സാധനത്തിന് നമുക്ക് അരയ്ക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ കറണ്ടിനെ തന്നെ പല രീതിയിൽ നമ്മൾ മാറ്റി അല്ലേ. അപ്പം അത് കൺവേർഷൻ ഓഫ് ഇലക്ട്രിസിറ്റിയാണ്. ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത് ഈ ചിത്രത്തിൽ നൈക്രോം എന്ന് പറയുന്ന ഒരു അലോയിൻ്റെ വയറാണ്. ആ വയറിനെ നമ്മളൊരു 9 വോൾട്ട് ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഇവിടെ സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് ഓൺ ചെയ്യുമ്പം എന്താണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക, നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഐസ്ത്രി പെട്ടിൻ്റെ അകത്തൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഹീറ്റിംഗ് എലമെൻറ്റാണ് നൈക്രോം. അതിൻ്റെ ഒരു വയറിൻ്റെ കഷ്ണമാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് നൈക്രോം എന്ന് പറയുന്ന സാധനം അലോയ് ആണ്. ആ അലോയ് നമ്മൾ ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടിന് ഉപയോഗപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമ്മളിവിടെ കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താ വെച്ചാൽ ഇത് ചൂടാവും. നമുക്ക് ശ്രദ്ധിക്കാം, ചൂടാവും. നൈക്രോം വയർ ഉരുകാതെ ചൂടാവും കറണ്ട് പാസ് ചെയ്ത് പോകുമ്പോൾ. അപ്പോൾ ഈ പ്രത്യേകതയ്ക്ക് ഒരു കണ്ടക്ടർ കൂടെ കറണ്ട് നമ്മൾ പാസ് ചെയ്യുമ്പം അത് ചൂടായി ഉരുകാതെ ചൂടായിട്ട് നമ്മളുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു പ്രത്യേകതയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജൂൾ ഹീറ്റിംഗ് അല്ലെങ്കിൽ ഓമിക് ഹീറ്റിംഗ് എന്ന് പറയും. അപ്പം എന്താണ് ഈ ജൂൾ ഹീറ്റിംഗ് ഓർ ഓമിക് ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഹീറ്റ് വെൻ ഇലക്ട്രിസിറ്റി ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ. ഒരു കണ്ടക്ടർ കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ചൂടുണ്ടാവുകയാണെങ്കിൽ ആ പ്രത്യേകതയ്ക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ജൂൾ ഹീറ്റിംഗ് അല്ലെങ്കിൽ ഓമിക് ഹീറ്റിംഗ് എന്ന് പറയും. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞു ആ ചൂടുണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമുണ്ട്, ഹീറ്റിംഗ് എലമെൻ്റ് എന്ന് പറയും അല്ലേ. ആ ഹീറ്റ് ഉണ്ടാവുന്നത് ഹീറ്റിംഗ് എലമെൻ്റ് കാരണമാണ്. ഹീറ്റിംഗ് എലമെൻ്റ് പ്രത്യേകത എന്താ വെച്ചാൽ ഇതുരുകിപ്പോലെ ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ആയിരിക്കും. നമ്മൾ എത്ര ചൂട് കൊടുത്താലും പെട്ടെന്ന് അങ്ങോട്ട് ഉരുകില്ല. ഹൈ ടെമ്പറേച്ചറിലേ ഇത് ഉരുകുള്ളൂ അല്ലേ, ഹൈ ടെമ്പറേച്ചറിൽ ഉരുകുള്ളൂ. അതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. ഓക്കെ, ഇനി ഇവിടെ ചോദ്യം വരും, എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഹീറ്റിംഗ് കോയിൽ ഉണ്ടാക്കാൻ നൈക്രോം തന്നെ പ്രിഫർ ചെയ്യുന്നത്, നൈക്രോമിന് എന്താണ് അത്ര വലിയ പ്രത്യേകതകൾ നമ്മൾ ചോദിക്കാം. അതിന് വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഓക്സിഡൈസ്ഡ് ആവില്ല, അതായത് കരിഞ്ഞു പോവില്ല. ഹൈ ഓക്സിഡേഷൻ റെസിസ്റ്റൻസ് ആണ്. പെട്ടെന്നത് കൊറോഷൻ നടന്നിട്ട് അതിന് മാറ്റങ്ങളൊന്നും സംഭവിക്കുക, കരിഞ്ഞൊന്നും പോവില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ യൂസ്. രണ്ടാമത്തത് റെഡ് ഹോട്ട് സ്റ്റേറ്റിൽ ഇത് ഉരുകാതെ നമ്മളത് വെക്കുന്നിടത്തോളം സമയം, എത്ര സമയമാണ് നമ്മൾ ഇത് ഓൺ ചെയ്ത് വെക്കുന്നത് അത്രയും സമയം ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഹീറ്റ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ. എബിലിറ്റി ടു പ്രൊവൈഡ് ഹീറ്റ് എനർജി ഫോർ എ ലോങ് ടൈം ഇൻ എ റെഡ് ഹോട്ട് സ്റ്റേറ്റ്. ഉരുകാതെ ആ റെഡ് ഹോട്ടായിട്ട് തന്നെ എത്ര സമയം വേണമെങ്കിലും ഇത് എന്ത് ചെയ്യും, നമുക്ക് ഹീറ്റ് പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകതയാണ് ഹൈ റെസിസ്റ്റിവിറ്റി. ഈ റെസിസ്റ്റിവിറ്റി എന്താ നമ്മൾ പഠിക്കും. ചെറിയ ഷോർട്ട് ലെങ്ത് ആണെങ്കിൽ പോലും ഇതിന് റെസിസ്റ്റൻസ് ഉണ്ടാവും, ഇത് നല്ലോണം ചൂട് പ്രൊവൈഡും ചെയ്യും. അപ്പോൾ റെസിസ്റ്റിവിറ്റി എന്താണെന്നൊക്കെ നമ്മൾ ഈ വരുന്ന ഭാഗത്ത് തന്നെ പഠിക്കും. അപ്പം ഹൈ ഓക്സിഡേഷൻ റെസിസ്റ്റൻസ്, ഹീറ്റ് എനർജി കണ്ടിന്യൂസ് ആയിട്ട് തരാനുള്ള പ്രത്യേകത, പിന്നെ ഹൈ റെസിസ്റ്റിവിറ്റി, ഇതൊക്കെ കാരണമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ നൈക്രോം നമ്മളുടെ ഹീറ്റിംഗ് എലമെൻ്റായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി അപ്പം റെസിസ്റ്റിവിറ്റി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ, ഒരു സാധനത്തിനുള്ള തടസ്സത്തിനാണ് നമ്മൾ എന്താ പറയുക റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലേ. അതാണ് റെസിസ്റ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം കണ്ടക്ടർ ആണെങ്കിൽ എന്താണെങ്കിലും അതുകൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പം അതിനൊരു ചെറിയൊരു തടസ്സം ഉണ്ടാവും നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ അനുസരിച്ചിട്ട്. അപ്പോൾ അങ്ങനെയുള്ള തടസ്സം അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിൻ്റെ കേസാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു കണ്ടക്ടറിൻ്റെ ലെങ്ത്ത് നമ്മളെടുത്ത് പറയുകയാണ്. ഇപ്പോൾ ലെങ്ത്ത് ഉണ്ട്, അതിൻ്റെ ലെങ്ത്ത് ഒരു 2 മീറ്ററാണ് നമ്മളെടുത്തെന്ന് വിചാരിക്കാം. പിന്നെ ഇവിടെ നമ്മളത് ഫ്ലോ ചെയ്യുമ്പോൾ അല്ലേ, ഇവിടെ ഒരു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയും.
അപ്പം ഇത് ചെറിയ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഇത് വലിയ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അപ്പം ഇത് കടന്നു പോകുന്ന ആ പാർട്ടിൻ്റെ വിസ്തീർണം, അതാണ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുന്നതനുസരിച്ചിട്ട് റെസിസ്റ്റൻസ് കുറയും അല്ലേ. നേരിയത് കൂടെ ആളുകൾ കുത്തി നിറഞ്ഞു പോകണം. പക്ഷേ കുറച്ചൊരു വലുതായി കഴിഞ്ഞാൽ കോറിഡോർ കുറേ ആളുകൾക്ക് പോകാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറയുമ്പം കറണ്ട് പാസ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അങ്ങോട്ട് കൂട്ടിക്കഴിഞ്ഞാൽ എളുപ്പം കറണ്ട് പാസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള ഈ ഒഴിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ ഫ്ലോ ചെയ്തു പോകുന്ന ഈ പാർട്ടിന് നമ്മൾ എന്താ പറയുന്നത്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലെങ്ത്ത്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഇതെല്ലാം കൂടിയിട്ട് നമ്മളടുത്ത് സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെയുള്ള റെസിസ്റ്റൻസ് നമ്മൾ എന്താ പറയുന്നത്, റെസിസ്റ്റിവിറ്റി എന്ന് പറയും. ഒന്നും കൂടെ പറയാം. റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ഓഫ് എ ഗിവൺ ലെങ്ത് ഓഫ് കണ്ടക്ടർ വിത്ത് എ ഗിവൺ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അപ്പം സാധാരണ നമ്മളടുത്ത് കണ്ടക്ടറിൻ്റെ ലെങ്ത്തോ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ പറയാറില്ല. അങ്ങനെയുള്ള ആ തടസ്സത്തെ നമ്മൾ എന്ത് പറയും, റെസിസ്റ്റൻസ് എന്ന് പറയും. പക്ഷേ ഒരു യൂണിറ്റ് ലെങ്ത്തോ യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുള്ള ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് റെസിസ്റ്റിവിറ്റി. എന്താ റെസിസ്റ്റിവിറ്റി? ഒരു യൂണിറ്റ് ലെങ്ത്തോ യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുള്ള ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് റെസിസ്റ്റിവിറ്റി. അപ്പം ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ വിത്ത് ആൻ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് 1 സ്ക്വയർ മീറ്റർ ആൻഡ് എ ലെങ്ത് ഓഫ് 1 മീറ്റർ ഇസ് ദ റെസിസ്റ്റിവിറ്റി ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ കണ്ടക്ടർ. അപ്പം ഇതെല്ലാം 1 മീറ്ററാണ് വിചാരിക്കുക. അങ്ങനെ ആകുമ്പം ആ മെറ്റീരിയലിൻ്റെ റെസിസ്റ്റിവിറ്റി എന്നാണ് നമ്മൾ 1 സ്ക്വയർ മീറ്റർ 1 മീറ്റർ ലെങ്ത്തിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഗ്രീക്ക് ലെറ്റർ റോ എന്നാണ് കേട്ടോ. ഗ്രീക്ക് ലെറ്റർ റോ. അതിൻ്റെ യൂണിറ്റോ ഓം മീറ്റർ. ഓം മീറ്റർ, അതാണ് അതിൻ്റെ യൂണിറ്റ് വരാം. ഇനി അപ്പം റിലേഷൻ ഓഫ് റെസിസ്റ്റൻസ് ആർ വിത്ത് ദീസ് ഫാക്ടേഴ്സ്. അപ്പോൾ ലെങ്ത്തും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും റെസിസ്റ്റൻസും തമ്മിലുള്ള റിലേഷൻ എന്താണ്, അതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പം ഇവിടെ ഇതിന് മുന്നേ ഞാൻ ചെറിയൊരു കാര്യം കൂടി പറഞ്ഞുതരാം. റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഒരു കണ്ടക്ടറിൻ്റെ നീളം എത്ര കൂടുന്നോ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ പറഞ്ഞാൽ എന്താ, ഒന്ന് കൂടുമ്പം മറ്റേത് അതനുസരിച്ചിട്ട് കൂടുക. അപ്പം നീളം കൂടുമ്പം റെസിസ്റ്റൻസ് കൂടും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ പറഞ്ഞാലോ ഒന്ന് കൂടുമ്പം മറ്റേത് കുറയാം. ഇവിടെ ഞാൻ കാണിച്ചു തരുന്നില്ല. ഇവിടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറയുമ്പം റെസിസ്റ്റൻസ് കൂടും, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുമ്പം റെസിസ്റ്റൻസ് കുറയും. അപ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്താണ്, ലെങ്ത്ത് കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടും, ഏരിയ കൂടുമ്പം റെസിസ്റ്റൻസ് കുറയും. ഓക്കെ, ഏരിയ കൂടുമ്പം റെസിസ്റ്റൻസ് താനെ താഴും. ഓക്കെ, ഇതാണ് റിലേഷൻ. അപ്പം നമ്മളുടെ സയൻസോ മാത്സിൻ്റെ റൂൾ എന്താ വെച്ചാൽ ഈ സൈൻ പ്രൊപ്പോർഷണാലിറ്റി സൈൻ ഒഴിവാക്കി അവിടെ ഈക്വാലിറ്റി സൈൻ നമ്മൾ ഇടുമ്പം നമ്മൾ അവിടെ ഒരു കോൺസ്റ്റൻറ്റ് കൊടുക്കണം. ആ കോൺസ്റ്റൻ്റ് ആണ് ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, റോ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ റോ എന്ന് പറഞ്ഞ ലെറ്റർ വന്നത്. അപ്പോൾ ആർ ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു L/A. ഇതിനാണ് നമ്മൾ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓരോ മെറ്റീരിയലിന് ഈ റെസിസ്റ്റിവിറ്റി വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ കോപ്പർ ആണെങ്കിൽ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും അത് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും. നിക്കലാണെങ്കിൽ അതിൻ്റെ റെസിസ്റ്റിവിറ്റി സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് അതിനെ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. അപ്പം റെസിസ്റ്റൻസ്, ലെങ്ത്ത്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ തമ്മിലുള്ള റിലേഷനാണ് ഇത്. ആർ ഇസ് ഈക്വൽ റോ ഇൻറ്റു L/A. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ഡെഫിനിഷനാണ്. എന്താണ് ഈ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇപ്പോൾ റെസിസ്റ്റിവിറ്റി തടസ്സമാണ്, തടസ്സത്തിൻ്റെ ഒരു അളവാണെങ്കിൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റീരിയലിൻ്റെ കറണ്ടിനെ കടത്തി വിടാനുള്ള അതിൻ്റെ എബിലിറ്റിക്ക് വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രത്യേകതയ്ക്ക് വിളിക്കുന്ന പേരാണ് കണ്ടക്ടിവിറ്റി. Conductivity is the ability of a material to conduct electricity. This is the reciprocal of resistivity. അതായത് കണ്ടക്ടിവിറ്റി എന്താണ്? റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി ആണ്. കണ്ടക്റ്റ് എപ്പോഴും കൂടുതലായിരിക്കും. കണ്ടക്ടിവിറ്റി കൂടിക്കഴിഞ്ഞാൽ റെസിസ്റ്റിവിറ്റി കുറവായിരിക്കും. റെസിസ്റ്റിവിറ്റി കൂടുതലാണെങ്കിൽ കണ്ടക്ടിവിറ്റി കുറവായിരിക്കും. അതാണ് റെസിപ്രോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ് ഇവ രണ്ടുപേരും. കണ്ടക്ടിവിറ്റി ഒരു മെറ്റീരിയലിൻ്റെ കറണ്ടിനെയോ എന്തിനു വേണം കടത്തിവിടാനുള്ള അതിൻ്റെ എബിലിറ്റിക്കാണ് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. റെസിസ്റ്റിവിറ്റി എന്താ? അതിൻ്റെ തടസ്സത്തിനെയാണ് കാണിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഇവിടെ നമുക്ക് ചെറിയൊരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. അവിടെ നമ്മൾ ചെയ്ത് എന്താ വെച്ചാൽ ഒരു സർക്യൂട്ടിൻ്റെ അകത്ത് അലൂമിനിയത്തിൻ്റെ ഒരു വയറും
അതേപോലെ നൈക്രോമിൻ്റെ വയറും നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതുകൂടെ നമ്മൾ കറണ്ട് പാസ് ചെയ്യാം. ആമീറ്റർ കറണ്ടിൻ്റെ റീഡിംഗ് എടുക്കും. റിയോസ്റ്റാറ്റ് റെസിസ്റ്റൻസിൻ്റെ അളവ് മാറ്റാനും കൂട്ടാനും കുറയ്ക്കാനും ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് റിയോസ്റ്റാറ്റ് അല്ലെങ്കിൽ വേരിയബിൾ റെസിസ്റ്റർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ കറണ്ടിൻ്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് എലിമിനേറ്റർ എന്ന് പറയുന്നത്. കറണ്ട് കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്നൊരു സാധനമാണ് AC to DC ഒക്കെ ചെയ്തിട്ട്. ഓക്കെ, ഇതാണ് നമ്മളുടെ സെറ്റപ്പ്. ഇനി നമ്മളുടെ ഈക്വൽ ലെങ്ത്തുള്ള 2 വയേഴ്സ് എടുത്തിട്ടുണ്ട്. നൈക്രോമിൻ്റെ വയറും അലൂമിനിയത്തിൻ്റെ വയറും. രണ്ടിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ തുല്യമാണ്, ഈക്വലാണ്. ഇതുകൂടെ നമ്മൾ 2 മിനിറ്റ് സമയത്തേക്ക് കറണ്ട് പാസ് ചെയ്യും. 9 വോൾട്ട് കറണ്ട് പാസ് ചെയ്യും. 50 വാട്ട്സ് എലിമിനേറ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. പ്ലേസ് എ തിൻ പേപ്പർ ഓൺ ബോത്ത് അലൂമിനിയം നൈക്രോം വയർ. വാട്ട് ഡു യു ഒബ്സർവ്? അതിൻ്റെ മുകളിൽ നമ്മൾ തിൻ പേപ്പർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുക? അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. എന്തൊക്കെ ചേഞ്ചസ് ആണ് നമുക്കവിടെ കാണാൻ പറ്റുന്നതാണ് ചോദിച്ചത്. വാട്ട് ഡു യു ഒബ്സർവ്? അപ്പോൾ അവിടെ എന്താ നമുക്ക് കാണാൻ സാധിക്കുന്നത്? അപ്പം ഒരു ചൂടാവുന്ന ഒബ്ജക്റ്റിന് മുകളിൽ പേപ്പർ വെച്ച് എന്താ സംഭവിക്കുക? കത്തിപ്പോവും അല്ലേ? അത് ബേൺ ചെയ്ത് പോകും, നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അടുത്ത ചോദ്യം, വിച്ച് കണ്ടക്ടർ ബിക്കംസ് ഹോട്ടർ? ഏത് കണ്ടക്ടറാണ്? നൈക്രോം ആണോ അലൂമിനിയം ആണോ പെട്ടെന്ന് ചൂടായത്? നമ്മൾ പഠിച്ചു നൈക്രോം ആണ് ബെറ്റർ കണ്ടക്ടർ. അത് അലോയ് ആണ്, അതിൻ്റെ കണ്ടക്ടിവിറ്റി അതിൻ്റെ റെസിസ്റ്റിവിറ്റി വളരെ കൂടുതലാണ്, പെട്ടെന്ന് ചൂടാവുക സാധനം. അപ്പം ഇവിടെ വിച്ച് കണ്ടക്ടർ ബിക്കംസ് ഹോട്ടർ, അവിടെ ചൂടാവുന്ന ഏതായിരിക്കും? നൈക്രോം ആണ്, ബിക്കോസ് ഇറ്റ്സ് റെസിസ്റ്റിവിറ്റി ഈസ് മോർ. നൈക്രോം ആണ് അവിടെ നല്ലോണം ചൂടാവുന്നത്. പിന്നെ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ട് ഇൻ നൈക്രോം വയർ ആൻഡ് അലൂമിനിയം വയർ ഈസ്, അവിടെ നമ്മളുടെ കറണ്ടിൻ്റെ അളവ് തുല്യമാണോ? തുല്യമാണ്. കറണ്ടൊക്കെ പാസ് ചെയ്യുന്ന തുല്യമാണ്. നമ്മളൊന്നിൽ കൂടുതലും കുറവൊന്നും അയക്കുന്നില്ല, സെയിം ആണ് വരുന്നത്. സെയിം എമൗണ്ട് ഓഫ് കറണ്ടാണ് പാസ് ചെയ്യുന്നത്. റെസിസ്റ്റൻസ് ഓഫ് നൈക്രോം വയർ ആൻഡ് അലൂമിനിയം വയർ ഈസ്, റെസിസ്റ്റൻസ് തുല്യമാണോ? എന്തുകൊണ്ടാണ് നൈക്രോം പെട്ടെന്ന് ചൂടായത്? കാരണം അവിടെ കറണ്ടിൻ്റെ തടസ്സം കൂടുതലായതുകൊണ്ട് കറണ്ടിന് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആ എനർജി ഹീറ്റായി മാറുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അവിടെ നമുക്ക് പറയാൻ പറ്റും റെസിസ്റ്റൻസ് ഓഫ് നൈക്രോം വയറിന് അലൂമിനിയം വയർ ഇസ് ഡിഫറെൻറ്റ്, സെയിം അല്ല. നൈക്രോം വയറിന് റെസിസ്റ്റൻസ് കൂടുതലാണ്, അതുകൊണ്ടാണ് അത് കൂടുതൽ കറണ്ട് ഉണ്ടാക്കുന്നത്. കാരണം ഇലക്ട്രിസിറ്റിക്ക് ഫ്ലോ ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പം അവിടെ ആ ഫോഴ്സ് കൂടുതൽ കൊടുക്കുമ്പം ധാരാളം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ നിങ്ങളങ്ങനെ വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പം ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് സെയിം ആണ്, പക്ഷേ റെസിസ്റ്റൻസിൽ വ്യത്യാസം വരുമ്പം ഹീറ്റ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് കാണാം ഇവിടെ. അപ്പോൾ അതിൻ്റെ റീസണാണ് നൈക്രോം വയർ ബിക്കംസ് ഹോട്ടർ ബിക്കോസ് ഇറ്റ്സ് റെസിസ്റ്റൻസ് ഇസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് അലൂമിനിയം വയർ അല്ലേ, നമ്മൾ പറഞ്ഞു. അപ്പം ഒരു കണ്ടക്ടറിൻ്റെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഫാക്ടേഴ്സ് പലതും ഉണ്ട്. അതിലൊരു ഫാക്ടറാണ് എന്ത്? റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് കൂടിയാൽ ഹീറ്റ് പ്രൊഡ്യൂസ് വിൽ ബി മോർ. പിന്നെ നമ്മൾ പാസ് ചെയ്യുന്ന കറണ്ട് കൂട്ടുക കുറയ്ക്കുക ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തതിലും നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ സമയം, എത്ര സമയത്തേക്കാണ് നമ്മൾ കറണ്ട് പാസ് ചെയ്യുന്നത് അതനുസരിച്ചിട്ട് നമ്മളുടെ ഹീറ്റിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പം ടൈം ഫോർ വിച്ച് ദ കറണ്ട് ഇസ് പാസ്ഡ്, റെസിസ്റ്റൻസ് ആൻഡ് കറണ്ട് ത്രൂ ദ കണ്ടക്ടർ ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിലും ഈ ചേഞ്ചസ് കാണാൻ സാധിക്കും. അപ്പം ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്? ഒന്ന് കറണ്ട് കൂടിയോ കുറയോ ചെയ്ത് കഴിഞ്ഞാൽ ഹീറ്റിൽ എത്രയും വ്യത്യാസം വരും. കറണ്ട് കൂട്ടിയാൽ എന്താവും? ചൂട് കൂടും. കറണ്ട് കുറവാണ് നമ്മൾ പാസ് ചെയ്യുന്നതെങ്കിൽ അത്ര തന്നെ ചൂട് കുറയുകയും ചെയ്യും. റെസിസ്റ്റൻസ് കൂടുമ്പം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൂടുതൽ, റെസിസ്റ്റൻസ് കുറഞ്ഞാൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറവ്. പിന്നെ കുറച്ച് സമയത്തേക്കാണ് നമ്മൾ ചൂട് പാസ് ചെയ്യുന്നതെങ്കിൽ കറണ്ട് പാസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ചൂടുണ്ടാവുന്ന കുറവായിരിക്കും. കുറേ സമയത്തേക്കാണ് നമ്മൾ ചൂട് അല്ലെങ്കിൽ കറണ്ട് പാസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ചൂട് കൂടുതലായിരിക്കും. അപ്പോൾ ഇതാണ് 3 ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസ് ദ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഹീറ്റ് പ്രൊഡ്യൂസിങ്. ഇനി അപ്പം ഇതൊക്കെ നമുക്ക് പറഞ്ഞുതരാൻ ഒരാൾ വേണ്ടേ? ഈ ഹീറ്റും റെസിസ്റ്റൻസും കറണ്ടും അതേപോലെ തന്നെ ലെങ്ത്തും എല്ലാ കാര്യത്തിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിലേഷൻ എക്സ്പ്ലെയിൻ ചെയ്ത സയൻറ്റിസ്റ്റ് ആയിരുന്നു ജെയിംസ് പ്രെസ്കോൾട്ട് ജൂൾ എന്ന് പറയുന്നത്. അപ്പം ജൂൾ ഡിസ്കവർഡ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ ആൻ ഇലക്ട്രിക് കണ്ടക്ടർ ആൻഡ് ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ്. എന്തൊക്കെ ഫാക്ടേഴ്സ് കാരണമാണ് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റിൽ വ്യത്യാസം വരുന്നത് നമുക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നത് ജെയിംസ് പ്രെസ്കോൾട്ട് ജൂൾ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓണറിലാണ് നമ്മൾ വർക്ക് ഡൺ അല്ലെങ്കിൽ ഹീറ്റ് പ്രൊഡ്യൂസിൻ്റെ യൂണിറ്റ് ജൂൾസ് എന്ന് പറഞ്ഞ് പഠിക്കുന്നത്. ഓക്കെ, അപ്പം
ഇത് ഇദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തത് ഒരു ലോ കൂടിയാണ്. ആ ലോനെ വിളിക്കുന്ന പേരാണ് ജൂൾസ് ലോ. അപ്പം അവിടെ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ കറണ്ട്, ദ റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ ആൻഡ് ടൈം ഫോർ വിച്ച് ദ കറണ്ട് ഫ്ലോസ്. അപ്പം അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ വരാം, എച്ച് ഈസ് ഈക്വൽ ടു I square RT. Heat produced is directly proportional to the square of the current, product of the square of the current, resistance of the conductor and time for which the current flows. ഇതാണ് ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് എന്ന് പറയുന്നത്. എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. ഓക്കെ, എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. എച്ച് എന്താണ്? ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ആണ്. ഐ എല്ലാവർക്കും അറിയാം, ഐ എന്താ? കറണ്ടാണ്. ആറ് റെസിസ്റ്റൻസ് ആണ്. സ്മോൾ ലെറ്റർ ടി ടൈമാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ചെറിയൊരു പ്രോബ്ലം കൂടി നമുക്ക് ചെയ്യാം. അപ്പം എ കറണ്ട് ഓഫ് 0.5 ആംപിയർ. അപ്പം നമുക്ക് കറണ്ട് 0.5 ആംപിയർ തന്നിട്ടുണ്ട്, അതവിടെ നോട്ട് ചെയ്ത് വെച്ചു. ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ വിത്ത് 100 ഓം റെസിസ്റ്റൻസ് 100 ഓംസ് തന്നിട്ടുണ്ട്. ഫോർ 5 മിനിറ്റ്സ്. ടൈം ടി നമുക്ക് തന്നത് 5 മിനിറ്റാണ്. 5 മിനിറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളടുത്ത് പറഞ്ഞ എന്താണ്? വാട്ട് വിൽ ബി ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ്. ഇവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തതിൻ്റെ ക്വാണ്ടിറ്റി എന്താണെന്നാണ് ചോദിച്ചത്, അല്ലേ? ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് എത്രയാണ്? അപ്പം നമ്മൾ സാധാരണ കറണ്ട് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമ്മളതിനെ മിനിറ്റിന് എന്താക്കണം? സെക്കൻഡ്സിലേക്ക് മാറ്റണം. ഓക്കെ, കാരണം SI യൂണിറ്റ് ഓഫ് ടൈം സെക്കൻഡ്സ് ആണ്. അപ്പോൾ 5 മിനിറ്റിനെ നമ്മൾ എന്തിലേക്ക് മാറ്റണം? സെക്കൻഡിലേക്ക് മാറ്റണം. അപ്പം 1 മിനിറ്റ് പറഞ്ഞാൽ 60 സെക്കൻഡാണ്. അപ്പോൾ 5 മിനിറ്റ് എന്ന് പറഞ്ഞാലോ 5 × 60 ഇസ് ഈക്വൽ ടു 300 സെക്കൻഡ്സ് ആണ് വരുന്നത്. ഇനി ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി എന്ന് പറഞ്ഞ ഫോർമുല യൂസ് ചെയ്യാം. അപ്പോൾ അവിടെ ഐ സ്ക്വയർ എത്രയാണ്? 0.5 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 5 ഇൻറ്റു 300. അല്ലേ? ഇത് ചെയ്താൽ നമ്മളുടെ ആൻസർ ആവും. അപ്പോൾ ഇവിടെ 0.5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0.5 ഇൻറ്റു 0.5 0.5 ഇൻറ്റു 0.5 5 ഇൻറ്റു 5 25 ആണ്, അല്ലേ? അപ്പോൾ ഇവിടെ 0.5 ഇൻറ്റു 0.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം പോയിൻ്റ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു നമ്പർ ഉണ്ട്, പോയിൻ്റ് കഴിഞ്ഞ് ഇവിടെ ഒരു നമ്പർ ഉണ്ട്. അപ്പോൾ ആൻസറിൽ നമുക്ക് പോയിൻ്റ് കഴിഞ്ഞാൽ എത്ര നമ്പേഴ്സ് വരണം? 1 2. പോയിൻ്റ് നമ്മൾ ഇങ്ങനെ ഇടുന്നുണ്ട്, 0.25 എന്ന് വരും. ആണെങ്കിൽ 0.25 എന്ന് ഇടാം. അപ്പം 0.25 ഇൻറ്റു 5 ഇൻറ്റു 300 ഇങ്ങനെ വരുന്നത്. അപ്പം 25 ഇൻറ്റു 5 25 5 2 10 11 12. അപ്പം 1.25 എന്ന് വരും. അപ്പോൾ 125 ആണ് 25 ഇൻറ്റു 5. ഇപ്പോൾ പോയിൻ്റ് കഴിഞ്ഞാൽ എത്ര നമ്പേഴ്സ് വരണം? 2 നമ്പേഴ്സ് വരണം. അതുകൊണ്ടാണ് നമ്മൾ 1.25 എന്നിട്ടത്. ഇനി ഇതിനെ 300 കൊണ്ട് ഇൻറ്റു ചെയ്താൽ നമുക്ക് എത്ര വരുന്നത് നോക്കാം. 2 0 5 3 are 15 3 2 are 6 plus 1 7 3. ഇനി ഇവിടെ പോയിൻ്റ് കഴിഞ്ഞാൽ 2 നമ്പേഴ്സ് വേണം, അല്ലേ? അപ്പം ഇവിടെയാണ് നമ്മൾ പോയിൻ്റ് കൊണ്ടിടേണ്ടത്. നമ്മളുടെ ആൻസർ എത്രയായി? 375 ജൂൾസിനായി. 375 ജൂൾസ് ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിൻ്റെ അളവ്. ക്ലിയർ ആയല്ലോ? ടൈം എപ്പോഴും നിങ്ങളതിന് പറഞ്ഞ പോലെ തന്നെ എടുക്കണം, സെക്കൻഡ്സിലാക്കണം. സെക്കൻഡ്സിൽ തന്നിട്ടില്ലെങ്കിൽ അത് മനസ്സിലാക്കണം. ഓക്കെ, ഇനി സെക്കൻഡ് എന്താ ചോദിച്ചത്? ഇഫ് എ കറണ്ട് ഓഫ് 1 ആംപിയർ ഫ്ലോസ് ത്രൂ ഇറ്റ് ദിസ് കണ്ടക്ടർ ഫോർ 5 മിനിറ്റ്സ് വാട്ട് വിൽ ബി ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്. ചെറിയൊരു വ്യത്യാസമുള്ളൂ. നമ്മൾ 0.5 ആംപിയർ ആണ് ഫസ്റ്റ് കേസിൽ എടുത്തതെങ്കിൽ ഇവിടെ നമുക്ക് 1 ആംപിയർ ആണ് വരുന്നത്. ഓക്കെ, റെസിസ്റ്റൻസിന് മാറ്റമൊന്നും ഇല്ല, റെസിസ്റ്റൻസ് മാറില്ല, അത് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. ടൈം എത്ര തന്നെയാണ്? 5 മിനിറ്റ്സ് തന്നെയാണ്. അപ്പോൾ സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം ഇത് എത്രയായി? 300 സെക്കൻഡായി. അപ്പം വീണ്ടും എച്ച് ഈസ് ഈക്വൽ ടു 1 സ്ക്വയർ ഇൻറ്റു 100 ഇൻറ്റു 300. അപ്പോൾ ഇവിടെ പോയിൻ്റ് ഒന്നുമില്ല, 1 സ്ക്വയർ 1 തന്നെ. 1 ഇൻറ്റു 100 100 100 ഇൻറ്റു 300 3 4 0. കണ്ടോ? ഇത്രയും അധികം ഹീറ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയുണ്ട്. ഓക്കെ, അപ്പം ഇതിനെക്കാട്ടിയും കുറച്ചും കൂടി ഹയർ യൂണിറ്റാണ് കിലോ ജൂൾ എന്ന് പറയുന്നത്. അപ്പം 1 കിലോ ജൂൾ ഇസ് ഈക്വൽ ടു 1000 ജൂൾസ് ആണ്. അപ്പോൾ ഇവിടെ 30,000 ജൂൾസിനെ
നമുക്ക് കിലോ ജൂളിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ 30,000 ഡിവൈഡഡ് ബൈ 1000 ചെയ്താൽ അത് ഏതിലേക്ക് പോകും? കിലോ ജൂൾസിലേക്ക് പോകും. ഈ 3 സീറോ കട്ട് ചെയ്യുക, ഇവിടെയുള്ള 3 സീറോ കട്ട് ചെയ്യുക. അപ്പം നമ്മളുടെ ആൻസർ ഒന്നും കൂടി മോഡിഫൈ ചെയ്ത് എത്രയാവും? 30 കിലോ ജൂൾസ് എന്നാവും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി ബാക്കിയുള്ളത് നമ്മൾ അടുത്ത വീഡിയോ ചെയ്യും. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ ഓഫ് യു.